ഹായ് ഫ്രണ്ട്സ്, താരൂസ് ആർട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന നീരിനെയൊക്കെ നീര് ചതവ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അരച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു പച്ചമരുന്നാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയില പറിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് നമുക്ക് എവിടെയൊക്കെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അത്രയും എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ ഭാഗത്ത് ഇടണമെങ്കിൽ അത്ര കൂടുതലായിട്ട് പറിക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് വേണ്ടത് വെറ്റിലയാണ് കേട്ടോ. അപ്പോൾ വെറ്റില ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പച്ചമഞ്ഞൾ പറിക്കണം. അപ്പോൾ പച്ചമഞ്ഞൾ പറിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഇതൊക്കെ മഞ്ഞൾ കണ്ടതാണേ. അപ്പോൾ പച്ചമഞ്ഞൾ കിളക്കുകയാണേ. പച്ചമഞ്ഞൾ കിളച്ചപ്പോൾ ഇതാ കണ്ടോ, എല്ലാം ചെറുതാണ് കേട്ടോ കിട്ടിയത്. ഇതാ കണ്ടില്ലേ, ചെറുതാണ്. ഇത്രയും നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്, കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പുകക്കരി എടുക്കണം. അപ്പോൾ അടുത്തത് നമുക്ക് പുകക്കരിയാണ് കേട്ടോ വേണ്ട. പുകക്കരി ഇത് കണ്ടില്ലേ, നമ്മൾ പുകയടുപ്പില്ലേ അവിടെ അല്ലെങ്കിൽ ഇതാ നമ്മൾ ഈ ചുമരിനൊക്കെ അടുപ്പ് കത്തിക്കുന്ന ചുമരിനൊക്കെ ഇങ്ങനെ കരി പിടിച്ചിട്ടുണ്ടാവും. ആ കരിയാണ് നമ്മൾ ചുരണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ഈ അടുപ്പിലൊന്ന് നോക്കാം. ഇതാണ്ടില്ലേ, ഇതാണ് പുകക്കരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നീരൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതും വേണം നമുക്ക്. അപ്പോൾ ഈ മരുന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളതെന്ന് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം വെറ്റില എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമഞ്ഞൾ, അതുപോലെ കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുകക്കരി, അതുപോലെ നമ്മൾ കല്ലുപ്പ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നുകിൽ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് നോക്കാം. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള വെറ്റിലയും മുരിങ്ങയും അതുപോലെ തന്നെ മഞ്ഞൾ, കാന്താരി, പുകക്കരി, പിന്നെ നമുക്ക് ഉപ്പ്, ഇതൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ചതയാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ചതച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി ഏത് ഭാഗത്താണോ വേദന, ചിലർക്ക് കൈമുട്ടിനായിരിക്കും, അല്ലെങ്കിൽ കാൽമുട്ടിനായിരിക്കും, അല്ലെങ്കിൽ കൈൻ്റെ വേറെ ഇടങ്ങായിരിക്കും. അപ്പോൾ അത് നമ്മൾ അത് കുറച്ചെടുത്തിട്ട് എവിടെയാണ് വേദന എന്ന് വെച്ചാൽ അവിടെ നന്നായിട്ട് നല്ല പൊക്കത്തിലിടുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കെട്ടി വെച്ച് ഇപ്പം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്താണ് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ അയക്കുക കേട്ടോ. അയക്കുന്ന സമയത്ത് അത്ര വരെ ഉണ്ടായിരുന്ന പെയിനും അതുപോലെ തന്നെ നീരൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണിത്. അതായത് പച്ചമഞ്ഞൾ, മുരിങ്ങയില, അതുപോലെ തന്നെ വെറ്റില, അതുപോലെ കാന്താരി, പുകക്കരിയൊക്കെ എന്താ പറയുക, നീരൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ പറയുക, ചതവ്, അത് എവിടെയെങ്കിലും മുട്ടിയിട്ട് ചതവ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഉളുക്ക് വന്നിട്ട് നീരൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നീരിനൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക, വേദനകളൊക്കെ ഉണ്ടാവും, ശരീരത്തിൽ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടുവിനായാലും ശരി എവിടെയായാലും ശരി നമുക്കിത് അരച്ചിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.